ഈ ക്ലാസ് ഫിസിക്സിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. Field around the current carrying straight conductor as well as the current carrying a circular loop. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റി യൂസിങ് ദ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് അത് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് ഒരു അല്പം കൂടി കൂട്ടിച്ചേർക്കലുകൾ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ ദർ ഈസ് എ കണ്ടക്ടർ in the straight conductor carrying electric current, magnetic field is generated. It will be in the shape ആയിരിക്കുന്നതാണ്, it will be in the circular shape. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, as the distance from the conductor in the current carrying conductor increases, the circular loop becomes larger and larger. അത് വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളോട് അത് കൃത്യമായിട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് ചെറിയ സർക്കിൾ ആയിരിക്കും, പിന്നെ അതിൻ്റെ സർക്കിൾസ് കൂടി വലുതായി വരുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി കറന്റ് കാരിയിങ് കണ്ടക്ടർ ഇൻക്രീസസ്, the circular loops which are representing the magnetic field around it increases. The size will increases. That means as the distance increases from the conductor, it becomes larger and larger. These circles can be considered as the concentric circles. Concentric circles means the circles with the same center. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ചെറിയ ഒത്തിരി സർക്കിളുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ കണ്ടക്ടറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസ് കൂടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് കുട്ടികൾ ഓർക്കുക. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു സർക്കുലർ ലൂപ്പിൽ കൂടി കറണ്ട് കടത്തി വിടുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, അത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ, അതിനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടാകും. അത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽസിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിന് ഒരു അല്പം കൂടി ഒരു കൂട്ടിച്ചേർക്കലുകൾ ഞാൻ ചേർത്താണ്. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഇതൊരു സർക്കുലർ ലൂപ്പാണ്. ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നത് ഇവിടെ നിന്നും ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് കറണ്ട് കടന്നു പോകുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ കറണ്ട് കടന്നു പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഈ വശത്ത് ഉണ്ടാകുന്ന ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഡയറക്ഷൻ, ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലർ ഷേപ്പുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സർക്കുലർ ലൂപ്പ് ഇൻക്രീസസ്, the size of the circular loop of the magnetic field increases. That means it becomes larger and larger as moving away from the circular loop എന്ന് മനസ്സിലാക്കാൻ പറ്റും. സപ്പോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇതിന്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് വയ്ക്കുമ്പോൾ ഇങ്ങോട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ വരുന്നത്. അതായത് എങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്? ദാറ്റ് ഈസ് ഏത് ഡയറക്ഷനാണ്? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഈ ഇത് വന്നു ഇത് അല്പം വലുതായി വരുന്നു. പിന്നീട് വരുന്നതെല്ലാം വളരെ വലിയ സൈസാണ്. അതാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ വരുമ്പോൾ അതിന്റെ സൈസ് കാണിക്കുന്നുണ്ട്, അത് ഇങ്ങോട്ടാണ്. ഇതെല്ലാം ഔട്ട്വേർഡ് ആണ്. ദിസ് circular loops of the magnetic field is moving away from us. നമ്മൾ ഇന്ന് മൂവിങ് അവേ ഫ്രം us ആണ്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത്, ആസ് the arcs of the circular loops becomes larger and larger, but it becomes at the center of the loop. ലൂപ്പിന്റെ സെൻട്രൽ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് ദ സ്ട്രൈറ്റ്സ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് മാറുന്നതായിട്ട്, അതായത് നേർരേഖയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ലൂപ്പ് ആവില്ല. അപ്പോൾ ദി സർക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി സർക്കുലർ ലൂപ്പ് അറ്റ് ദ സെന്റർ ബിക്കംസ് ദ സ്ട്രെയിറ്റ് ലൈൻ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്തോറും ഇതിന്റെ വലിപ്പം കുറഞ്ഞ് അത് വളരെ ചെറുതാവുന്നു. തിരിച്ച് ഇങ്ങോട്ട് വരുന്നവരും വലുതായി സെന്ററിൽ വരുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇത് കുട്ടികൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്യണം. കാരണം ഈ രണ്ട് വശത്തു നിന്ന് വരുമ്പോൾ അതിന്റെ സെൻട്രൽ ഭാഗത്ത് വരുമ്പോൾ അത് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത നമുക്ക് കിടക്കേണ്ടത് സോളിനോയിഡ് എന്നാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ചുരുള്, അതല്ലെങ്കിൽ കോയിൽഡ് കോയിൽ. അതിനെയാണ് നമ്മൾ സോളിനോയിഡ് ഈസ് എ കോയിൽഡ് കോയിൽ, അല്ലെങ്കിൽ ചുറ്റുകൾ. അതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സോളിനോയിഡ് ക്യാൻ ബി ഡിഫൈൻഡ്. സോളിനോയിഡിന്റെ എക്സാമ്പിൾ ഇതാണ്. ദിസ് ഇസ് സോളിനോയിഡ്. സ്പ്രിംഗ് നമ്മൾക്ക് ഇതൊരു സോളിനോയിഡ് ആണ്.
അതായത് ഒത്തിരി ചുറ്റുകൾ ഹെലിക്സ് അല്ലെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുക്കുന്ന ലാർജ് നമ്പർ ഓഫ് ടേൺസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. അപ്പൊ സോളിനോയിഡ് ഈസ് ദ നമ്പർ ഓഫ് സർക്കുലർ ടേൺസ് വിച്ച് ആർ ഓഫ് എ insulated copper wire makes in the form of a helix or cylindrical shape എന്താണ് സോളിനോയിഡ്. അപ്പോൾ ഈ സോളിനോയിഡിൽ കൂടി നമ്മൾ കറണ്ട് കടത്തിവിടുമ്പോൾ when passing the current these solenoids it produces the magnetic effect. ഇതിലൊരു മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു കാന്തിക സ്വഭാവം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന്റെ കാന്തിക സ്വഭാവം, that is when current is passing it becomes a magnet. The strength of a magnetic field can be increased. എങ്ങനെയാണ്? By inserting an iron core. ഒരു അയൺ കോർ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ the strength of the magnetic field നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ this becomes the magnet just equal to permanent magnet. പെർമനന്റ് മാഗ്നറ്റിന് തുല്യമായ ഒരു മാഗ്നറ്റ് ആയിട്ട് ഇത് മാറുകയും ചെയ്യും. നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് മെയ്ഡ്, that is in this solenoid we are inserting an iron nail or iron piece or iron core we are introducing inside this, and then current is passing so that this becomes an electromagnet എന്നായിട്ട് ഇത് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിന് എന്തുണ്ട്? സാധാരണ മാഗ്നറ്റ് പോലെ തന്നെ ഇതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പൊ കറന്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുണ്ടെങ്കിൽ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്കാണ് എൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാം. പക്ഷെ ഇൻസൈഡ് ദ സോളിനോയിഡ് ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇൻസൈഡ് ദ സോളിനോയിഡ് ദ ഡയറക്ഷൻ വിൽ ബി സൗത്ത് ടു നോർത്ത് ആയിരിക്കും. പക്ഷെ ഔട്ട്സൈഡ് എങ്ങനെയായിരിക്കും? നോർത്ത് ടു സൗത്തും. അത് പെർമനന്റ് മാഗ്നറ്റിന്റെ കേസിലും അത് തന്നെയാണ്. നോർത്ത് ടു സൗത്ത് എക്സ്റ്റേണൽ ആയിരിക്കും, ബട്ട് ഇൻസൈഡ് ഇറ്റ് വിൽ ബി എന്തായിരിക്കും? സൗത്ത് ടു നോർത്ത് ആയിരിക്കും. ഇത് ഒരു സർക്കുലർ ഒരു എന്താ പറയുക, ഒരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. ഔട്ട്സൈഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് represented by the magnetic lines of force which are in the curved nature ആയിരിക്കും. But inside these are the straight lines which are parallel. Inside the strength of the magnetic field will be uniform. അത് സെയിം ആയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ outside we know that as the distance from the magnet increases the strength of the magnetic field becomes smaller and smaller. അതാണ് നമ്മുടെ, അല്ലെങ്കിൽ it becomes larger. There is curve becomes larger and larger എന്ന് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഓക്കെ, ഇൻസൈഡ് അപ്പോൾ പാരലൈൻസ് ആണ്, അതിന്റെ സ്ട്രെങ്ത് കോൺസ്റ്റന്റ് ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തിൽ നിന്ന് നോർത്താണ്. പക്ഷെ എക്സ്റ്റേണൽ തിരിച്ചാണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് തുടങ്ങുന്നത്. അത് കർവ്ഡ് ഷേപ്പ് ആയിരിക്കും. അകലം കൂടുന്തോറും അതിന്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതിന്റെ വലിപ്പം കൂടുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഞാൻ രണ്ട് ടൈപ്പ് സോളിനോയിഡ് കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ടു ടൈപ്സ്, രണ്ട് ടൈപ്പ് സോളിനോയിഡ് ഉണ്ട്. ഈ ഇങ്ങനെയുള്ള സോളിനോയിഡിന്റെ വെൻ കറന്റ് ഈസ് പാസിംഗ് ദിസ് ബിക്കംസ് an electromagnet and it has just like the permanent magnet north pole and south pole. How can we determine which end will be north pole and which end will be the south pole? നമുക്കിത് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ കറന്റ് പാസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ അടുത്ത് എന്തിരുന്നു ഒരു കോമ്പസ് നീഡിൽ കൊണ്ടുവന്ന് വരുമ്പോൾ അതിന്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ്, അതിന്റെ നോർത്ത് പോൾ ഏത് വശത്തേക്കാണോ ഡിഫ്ലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് അതിന്റെ അത് നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം നമുക്കറിയാം ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. അത് നോക്കി കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്കിത് എങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു റൂള് നമുക്ക്, അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് വരുന്നത്. കറണ്ട് ഫ്ലോ ഇങ്ങനെയാണ് കറണ്ട് വരുന്നത്. ഓക്കെ, കറണ്ട് വരുന്നത് യു ക്യാൻ സീ ദാറ്റ് കറണ്ട് വരുന്നത് ഈ ഡയറക്ഷനിലാണ്. കറണ്ട് ഈ ഡയറക്ഷനിൽ വന്നിട്ട് അത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസിലാണ് കറണ്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അഭിമുഖമായി പിടിക്കുന്ന വശത്ത് നോക്കുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് അതിൽ കൂടി മൂവ് ചെയ്യുന്നതെങ്കിൽ, if the current is flowing in the end which are facing to us in the clockwise directionലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ we can definitely say that end is the south pole. ക്ലോക്ക് വൈസിലാണെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സൗത്ത് വേസിലാണ്, അത് ക്ലോക്ക് വൈസിലാണ്. ഇഫ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ദ ക്ലോക്ക് വൈസ് ദാറ്റ് വിൽ ബി എന്തായിരിക്കും, അത് സൗത്ത് പോൾ ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ സീ ദാറ്റ് ദ കറണ്ട് ഇതിൽ ഫ്ലോ ചെയ്യുന്ന ഈ എൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫ്ലോ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്ന സ്ഥലത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ഇറ്റ് വിൽ ബി എന്തായിരിക്കും, നോർത്ത് പോൾ ആയിരിക്കും. അപ്പോൾ കുട്ടികൾ ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദ പോൾസ് ഓഫ് ദ ടു എൻഡ്സ് ഓഫ് എ സോളിനോയിഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ എൻഡ് നിങ്ങൾ നോക്കുന്ന നിങ്ങളുടെ ദാറ്റ് ഈസ് ദ എൻഡ് വിച്ച് ആർ ഫേസിംഗ് ടു അസ്, അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോളും ആണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, സിമ്പിളാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇനി that is we understood that when current is passing through the solenoid it becomes a magnet, and the strength of the magnetic field can be increased by inserting an iron core എന്ന് പറഞ്ഞു. So how can we increase the strength of the magnetic field? ഒന്ന് iron core introduce ചെയ്യുക. Second one എന്താണ്, that is increases the intensity of electric current, കറണ്ട് കടത്തിവിടുന്നത് കൂട്ടുക. ആൻഡ് തേർഡ് വൺ increases the number of turns, number of turns കൂട്ടുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പല കാര്യങ്ങളുണ്ടാവുക, ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ 3 important methods to increase the intensity of magnetic field of a solenoid are: first one, that is increase the number of turns. Second one, increase the intensity of electric current which is passing through the solenoid, and third one, insert an iron core inside the solenoid. Then we can increase the intensity of magnetic field. ഇനി നമ്മൾ കണ്ടായിരുന്നു, when current is passing through the current carrying solenoid becomes എന്താകുന്നു, it's just like a permanent magnet. It is a magnetic field. The magnetic field can be represented by magnetic lines of force, and it has north pole and south pole. It can be determined using the compass needle. So when we try to compare these two magnets, the first one is a permanent magnet, the other one solenoid with iron core passing electric current is an electromagnet. So how can we compare the electromagnet and the permanent magnet? What are the differences? First difference, you can see that first difference, in permanent magnet the magnetism is permanent, the other one the magnetism is temporary. That temporary ആണ്, താൽക്കാലികമാണ്. And the second one, the poles of the permanent magnet are fixed. അതിന് മാറ്റമില്ല, പോൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. But in the case of electromagnet, the poles, that means the south pole and north pole, are we can reverse. അതിന് നമുക്ക് എന്ത് ചെയ്യാം, it is not fixed, it can be reversed. റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. And the third one, മൂന്നാമത്തെ കാര്യം എന്താണ്, that is in the case of the permanent magnet the magnetism gradually decreases, but in the case of in the case of the electromagnet the magnetism cannot be changed, because it is depending on the number of turns. We can increase the magnetic field, it depends on the number of turns, the intensity of electric field, the iron box, the iron core. അപ്പോൾ അതിന്റെ മാഗ്നറ്റിസം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. നമുക്ക് എത്ര വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. We can vary the magnetic strength, but this is always permanent. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട 3 വ്യത്യാസങ്ങളാണ് ഇതിൽ നമുക്കുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ കുറിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക. നമ്മൾ സോളിനോയിഡ് കണ്ടു, അതിന്റെ മാഗ്നറ്റിക് ഇഫക്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ മാഗ്നറ്റിക് ഇഫക്റ്റിന്റെ ഫർദർ ഒരു യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ഒരു യു ഷേപ്പ് മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്. യു ഷേപ്പ് മാഗ്നറ്റ് നിങ്ങൾക്ക് അതിൽ കാണാം, അതിന്റെ നോർത്ത് പോള്, സൗത്ത് പോള്. അതുപോലെ തന്നെ അതിന്റെ ഇൻ ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് ദ യു ഷേപ്പ് മാഗ്നറ്റ് ഒരു കണ്ടക്ടർ, ഒരു ചെറിയ കണ്ടക്ടർ അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹാങ് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടുണ്ട്. അലൂമിനിയം കണ്ടക്ടറാണ് അതിൽ തൂക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ അത് ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. This aluminum conductor is connected to a circuit using the cells. ഓക്കെ, അതിനുശേഷം അത് പ്രോപ്പറായിട്ട് നമ്മളൊരു സ്റ്റാൻഡിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. നൗ വി ആർ സ്വിച്ച് ഓൺ ദി സർക്യൂട്ട്. സർക്യൂട്ട് ഓൺ ആക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദ കറന്റ് ഈസ് പാസിംഗ് ത്രൂ ദ അലൂമിനിയം കണ്ടക്ടർ. അതിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, നോർത്ത് പോളും സൗത്ത് പോളും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ
അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം ഈ അലൂമിനിയം കണ്ടക്ടർ വയ്ക്കാൻ. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അലൂമിനിയം കണ്ടക്ടർ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഇത് വയ്ക്കുക. അതിനുശേഷമാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. സോ വെൻ കറന്റ് ഈസ് പാസിംഗ് ത്രൂ ദിസ് അലൂമിനിയം conductor, we can see that, as we studied earlier, a magnetic field is produced around this aluminum conductor. Already, that is a U-shaped permanent magnet produce its own magnetic field. As a result, what is happening? These two magnetic fields, the magnetic field of the U-shaped magnet as well as the current carrying aluminum conductor also produce the magnetic field. These two magnetic field interacts. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഇന്ററാക്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻസ്, വി ക്യാൻ സീ ദാറ്റ് ദ അലൂമിനിയം കണ്ടക്ടർ വിൽ മൂവ്. അലൂമിനിയം കണ്ടക്ടർ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദ കറന്റും നമ്മൾ അലൂമിനിയത്തിൽ കൂടിയാണ് കറണ്ട് കടന്നു പോകുന്നത്. അലൂമിനിയം ഈസ് മേക്കിംഗ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്ന് പറഞ്ഞാൽ കറന്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ സമയത്ത് അലൂമിനിയം കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ, then the direction of motion of the aluminum conductor will also be perpendicular to these two fields. ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ അലൂമിനിയം കണ്ടക്ടർ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കറന്റിന്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇപ്പൊ ഈ കേസിൽ അലൂമിനിയം കണ്ടക്ടർ മൂവ് ചെയ്ത ഡയറക്ഷൻ നമ്മൾ നിരീക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ വി ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ്. വി ക്യാൻ സീ ദാറ്റ് അങ്ങനെ വരുമ്പോൾ ദ അലൂമിനിയം കണ്ടക്ടർ വിൽ മൂവ് ഓപ്പോസിറ്റ് ടു ദ പ്രീവിയസ് കേസ്. ആദ്യത്തേത് ഏത് ഡയറക്ഷനിലാണ് പോയത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ തവണ അലൂമിനിയം കണ്ടക്ടർ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ അലൂമിനിയം കണ്ടക്ടർ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, യു ഷേപ്പ് മാഗ്നറ്റ് നോർത്ത് മുകളിലും സൗത്ത് താഴെയാണ്. വി ആർ ചേഞ്ചിങ് ദ പോൾസ് ഓഫ് ദ, അതായത് യു ഷേപ്പ് മാഗ്നറ്റ് നോർത്ത് പോൾ താഴെയും വരും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, വി അഗെയിൻ ചെക്ക്. അപ്പൊ ഈ സമയത്തെല്ലാം വി ഷുഡ് consider the condition, that is the direction of the magnetic field as well as the direction of current are mutually perpendicular. അങ്ങനെയുള്ള ഈ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോഴും ഇവിടെയും ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് അലൂമിനിയം കണ്ടക്ടർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് ആദ്യത്തെ കേസിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ deflection or the motion of the aluminum conductor is maximum only when the magnetic field as well as the direction of current are mutually perpendicular. ഇത് mutually perpendicular ആയിരിക്കുമ്പോൾ മാത്രമേ the deflection or the motion of the conductor becomes maximum. അല്ലാത്ത കേസിൽ ഇത് മാക്സിമം ആവുന്നില്ല. ഫോർ എക്സാമ്പിൾ, വെൻ ദ കറന്റ് ഈസ് ഫ്ലോയിങ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദ മോഷൻ ഓർ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ അലൂമിനിയം കണ്ടക്ടർ വിൽ ബി സീറോ. ദാറ്റ് ഈസ് ഇറ്റ് വിൽ നോട്ട് മൂവ്, അത് മൂവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇനി ഈ എന്താണ് നമ്മൾ കണ്ടത്, ഈ കറന്റും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ അലൂമിനിയം കണ്ടക്ടറും perpendicular ആണെന്ന് പറഞ്ഞായിരുന്നു. When the direction of current as well as the direction of magnetic field are mutually perpendicular, then we can determine the direction of motion of the conductor, which is also will be in perpendicular to these two fields. In this case, we can use a simple rule to find out the direction of the motion of the conductor. That rule is known as Fleming's left hand rule. Our Fleming's left hand rule can be used to find the direction of motion of the conductor if we know the direction of the magnetic field as well as the direction of the current. ഈ റൂൾ പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ്, we can see that
the left hand you place in mutually perpendicular direction. You place the mutually perpendicular direction left hand പിടിക്കുമ്പോൾ you can see that left hand mutually perpendicular direction പിടിക്കുമ്പോൾ the forefinger represent the direction of the magnetic field. If the forefinger represent the direction of field, forefinger represent field, and the middle finger no central finger, the middle finger or central finger represent the direction of the currents. ഇത് ഫീൽഡിന്റെ ഡയറക്ഷനും ഈ മിഡിൽ ഫിംഗർ കറന്റിന്റെ ഡയറക്ഷനും ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദ thumb will indicate the direction of motion of the the direction of motion of the conductor, the current carrying conductor. Okay, the Fleming's left hand rule states that if the forefinger represent the direction of the magnetic field, the middle finger represent the direction of the current flowing through the conductor, then the thumb indicates the direction of motion of the conductor. This is known as Fleming's left hand rule. Using the Fleming's left hand rule, we can determine the direction of motion of the conductor if we know the direction of the magnetic field and the direction of the currents flowing through the conductor. ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് വീണ്ടും നമ്മൾ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്ററിൽ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മോട്ടറിന്റെ കേസിലാണ്. അപ്പോൾ മോട്ടറിന്റെ പ്രിൻസിപ്പിളിലാണ് നമ്മൾ ഫ്ലെമിങ്സിന്റെ ഏത് റൂള് അപ്ലൈ ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പോൾ മോട്ടർ പ്രിൻസിപ്പിളിൽ വി ആർ യൂസിങ് Fleming's left hand rule, but in the case of generator we are using Fleming's right hand rule. അപ്പോൾ ഈ രണ്ട് റൂളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ഇപ്പോഴേ നിങ്ങൾ ഓർപ്പിച്ചോണം. അപ്പോൾ ഇതില് that is when a current carrying conductor is placed in a magnetic field, we can see that the conductor undergoes motion. The direction of the motion of the conductor can be predicted if the direction of magnetic field and current are perpendicular to each other using the Fleming's left hand rule എന്നാണ് ഈ റൂള് പറയുന്നത്. ഓക്കെ.